നിങ്ങൾ ജെമിനി 3.0 യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഒരു രക്ഷയില്ല, അടിപൊളി പ്രൊഡക്റ്റാണ്. നിലവിൽ എല്ലാ AI ബെഞ്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ജെമിനി 3.0 ആണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഗൂഗിൾ ഒരു കാച്ചപ്പ് ഗെയിമിലായിരുന്നു. അതായത് ബാക്കിയുള്ള AI കമ്പനികളൊക്കെ ഒരുപാട് മുൻപോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ AIൻ്റെ ഹൈപ്പൊക്കെ തുടങ്ങുന്നത് 2022 ഇതുപോലെ ഒരു നവംബർ മാസത്തിൽ ChatGPTയുടെ റിലീസോട് കൂടിയിട്ടാണ്. ബട്ട് ദെൻ അതിനുശേഷം ഗൂഗിൾ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നാണ് ഒരു AI പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെ ടെക്നോളജി ഉപയോഗിച്ച് ട്രാൻസ്ഫോമേഴ്സ് മോഡലും മറ്റൊക്കെ ഉപയോഗിച്ച് OpenAI എന്നുള്ള ഒരു താരതമ്യേന സ്റ്റാർട്ടപ്പ് കമ്പനി വന്നിട്ട് ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുക മാത്രമല്ല വലിയ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. ആ സമയത്ത് എല്ലാവരും ഗൂഗിളിനെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് എന്തിനു പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് പഴികൾ ഗൂഗിളിനെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ കോഡ് റെഡൊക്കെ ഇഷ്യൂ ചെയ്ത് അപായമണി മുഴക്കി പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാഡ് എന്നുള്ള മോഡൽ റിലീസ് ചെയ്തു. നല്ല കോമഡി ആയിരുന്നു. ഞാനത് ഉപയോഗിച്ച് മുൻപ് ഇതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും പോരാ. ഇത് ലോകത്ത് മൊത്തത്തിൽ ഗൂഗിളിനെ തള്ളി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഗൂഗിളിൻ്റെ കാലം കഴിഞ്ഞു. ഗൂഗിൾ ടു മച്ച് ഓർഗനൈസേഷണലി കോംപ്ലക്സ് ആണ്. അപ്പോൾ അത് കാരണം അവർക്ക് പ്രൊഡക്റ്റുകളൊന്നും പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. AIയുടെ കോമ്പറ്റീഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിനെ ഇങ്ങനെ പഴി ചാരിയിരുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ആ സമയത്തൊക്കെ ഗൂഗിൾ അവരുടെ ഇൻറ്റേർണലി ഭയങ്കര റീഓർഗനൈസേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഗൂഗിളിൻ്റെ CEO നിങ്ങൾക്ക് അറിയാലോ, സുന്ദർ പിച്ചയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരു പ്രത്യേക മമതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു നിലവിലുള്ള സാഹചര്യത്തെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പാരലലി മറ്റുള്ള കമ്പനികളൊക്കെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നു. ഗൂഗിൾ എപ്പോഴും ഒരു കാച്ചപ്പ് ഗെയിമിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു 1 ഇയറിനകത്ത് ജെമിനിയിൽ വന്നിട്ടുള്ളതും പിന്നീട് നാനോ ബനാന, Veo 3 എന്നൊക്കെ പറഞ്ഞ് റാഡിക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകളിലൂടെ ഗൂഗിൾ ശരിക്കും ഇന്ന് അവരുടെ പൊസിഷൻ തിരിച്ചു പിടിച്ചു. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കുറച്ച് കഥകൾ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. റീസൺ എന്താണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, NVIDIAയുടെ ചിപ്പുകളല്ല ഗൂഗിൾ ഇത് നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ 90% ലോകത്തിൻ്റെ ചിപ്പ് സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് NVIDIA ആണ് എന്നുള്ളതും, ഒരുപക്ഷേ ഈ AI ഹൈപ്പ് കംപ്ലീറ്റ്ലി NVIDIA എന്നുള്ള കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. ബട്ട് ദെൻ രസം എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഇതെല്ലാം ചെയ്യുന്നത് ഗൂഗിളിൻ്റെ തന്നെ ചിപ്പുകൾ ഉപയോഗിച്ചാണ് ഒരു ഭാഗം. രണ്ടാമത്തേത്, ഗൂഗിൾ നിലവിൽ കാച്ചപ്പ് ഗെയിമിലല്ല ഉള്ളത്. ഗൂഗിളാണ് നമ്പർ 1 പൊസിഷൻ. മൂന്നാമത്തേത്, ഗൂഗിളിൻ്റെ തന്നെ ആൻറ്റി ഗ്രാവിറ്റി എന്നുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ ഇതിൻ്റെ കൂടെ റിലീസായിട്ടുണ്ട്. എജൻറ്റിക് AI എന്നുള്ള, അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് സോഫ്റ്റ്വെയറിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാലമാണ്, സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കാലമാണ്. അങ്ങനത്തെ ഒരു കാലത്ത് ഗൂഗിൾ 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു കളി കയറ്റി കളിക്കുക എന്നുള്ള രീതിയിൽ ശരിക്കും ഇതൊക്കെ കൂടി വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എംപയർ സ്ട്രൈക്സ് ബാക്ക് അല്ലെങ്കിൽ ആരാണ് രാജാവ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിട്ടേൺ ആണ് ആക്ച്വലി ഗൂഗിൾ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു വ്യക്തിയുണ്ട്, ഡെമിസ് ഹസാബിസ് എന്ന് പറഞ്ഞിട്ട് 2024 നോബൽ സമ്മാനമൊക്കെ ലഭിച്ചിട്ടുള്ള ചങ്ങാതി. ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹമാണ് ഈ കഥയിലെ പ്രധാന വില്ലൻ എന്നല്ല പറയേണ്ടി. ആക്ച്വലി ഇയാൾ വില്ലനൈസ് ചെയ്തിട്ടാണ് OpenAI എന്നുള്ള കമ്പനി ഉണ്ടായത്. ബട്ട് ദെൻ കറൻ്റ്ലി ഗൂഗിളിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ഡെമിസ് ഹസാബിസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. ഡെമിസ് ഹസാബിസിന് നോബൽ കിട്ടിയ കാര്യം പറഞ്ഞല്ലോ, അതും ഒരു AI ഉണ്ടാക്കിയതിനായിരുന്നു. 2024 കെമിസ്ട്രിയിലുള്ള നോബൽ അദ്ദേഹത്തിന് കിട്ടിയത് ആൽഫാഫോൾഡ് എന്ന് പറഞ്ഞ് പ്രോട്ടീൻ സ്ട്രക്ചറുകളെ പ്രെഡിക്റ്റ് ചെയ്യുന്ന AI ഉണ്ടാക്കിയതിനാണ് അദ്ദേഹത്തിന് നോബൽ കിട്ടിയത്. ചെറുപ്പം മുതൽക്ക് ചെസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ചങ്ങാതിയായിരുന്നു. പിന്നീട് ഗെയിം ഡെവലപ്പർ ആയിരുന്നു, ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള ചങ്ങാതി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മുസ്തഫ സുലൈമാനും കൂടെ ചേർന്ന് ഡീപ്പ് മൈൻഡ് എന്നുള്ള ഒരു കമ്പനി സ്ഥാപിക്കുകയുണ്ടായി. ഇവരുടെ ഒരു പ്രൈമറി പ്രിസെപ്റ്റൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ലോകത്തുള്ള മറ്റെല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ ലോകം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു ഹയർ ഇൻ്റലിജൻസ്, മനുഷ്യനേക്കാൾ ബിഗറായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു ഗോളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഇദ്ദേഹം ഈ ഡീപ്പ് മൈൻഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇലോൺ മസ്കിനെയും ഒരുപാട് വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 2014 ഗൂഗിൾ ഡീപ്പ് മൈൻഡ് വാങ്ങി. ഇതോട് കൂടിയിട്ടാണ് ശരിക്കും ബാക്കിയുള്ള എല്ലാവരും അലേർട്ടായത്. ഇലോൺ മസ്ക് ആണ് OpenAIക്ക് അതിൻ്റെ ഫൗണ്ടിങ്ങിന് പങ്ക് വഹിച്ചത് എന്ന് നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മസ്ക് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ AIയെ കൈയടക്കും, AI ഒരുപാട് നശീകരണത്തിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇലോൺ മസ്കിൻ്റേതായിട്ട് പുറത്തേക്ക് കറങ്ങി നടക്കുന്ന വീഡിയോകളൊക്കെ ശരിക്കും ആ ഒരു പീരീഡിൽ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസിനേക്കാൾ കൂടുതൽ നശീകരണ ശേഷിയുള്ള AI ഗൂഗിളിൻ്റെ മാത്രം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പകരം അത് എൻ്റെയും കൂടെ കയ്യിൽ വരണം, അല്ലെങ്കിൽ ഞാനുള്ള കമ്പനിയിൽ വരണം എന്നുള്ള രീതിയിൽ അദ്ദേഹം OpenAI എന്നുള്ള കമ്പനി സ്ഥാപിക്കാൻ പ്രൈമറി ഫണ്ടറായിട്ട് ഞാൻ വരും. ഇത് ചെറിയ അർത്ഥത്തിലൊന്നും ചെയ്താൽ പോരാ, $1 ബില്യൺ ഫണ്ട് വേണം. നമുക്ക് ബാക്കിയുള്ളവരോടും ഫണ്ട് ചോദിക്കുക. ഇനി അവർ തന്നില്ലെങ്കിലും ഞാൻ
എന്താണോ ആ ഗ്യാപ്പ് അത് ഞാൻ നികത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത്രയും പേഴ്സണലി ഇൻവെസ്റ്റഡ് ആയിട്ടാണ് ഈ ഓപ്പൺ AI എല്ലാവർക്കും AIനെ ഡെമോക്രറ്റൈസ് ചെയ്യുക, AIൻ്റെ നന്മകൾ ഗൂഗിളിൻ്റെ കയ്യിൽ മാത്രം ഒതുങ്ങാതെ ശരിക്കും അത് ഡെമിസിൻ്റെ കയ്യിൽ മാത്രം ഒതുങ്ങാതെ എല്ലാവർക്കും ലഭിക്കണം എന്നൊക്കെയുള്ള ആശയത്തിൽ ഈ ഓപ്പൺ AI എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മുൻപിൽ വന്നതൊക്കെ പിന്നീട് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടെസ്ലയും ഓപ്പൺ AIയും തമ്മിൽ AI മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുകൾ കാരണം ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാരണം ഇലോൺ മസ്ക് പിന്മാറി എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഓപ്പൺ AIയുടെ CEO ആവാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു നരേഷൻ കൂടിയുണ്ട്. സംഭവം എന്തായാലും ഡെമിസ് ഹസാബിസ് ആണ് ശരിക്കും അന്ന് ഈ വില്ലൻ റോളിൽ ഉണ്ടായിരുന്നത്. അതായത് ഗൂഗിളിനെ ഒരു അഡ്വാൻസ്ഡ് AI കേപ്പബിലിറ്റിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഡെമിസ് ആണ് എന്നുള്ളതും ഡീപ്പ് മൈൻഡ് ഗൂഗിൾ വാങ്ങിയതോട് കൂടിയിട്ട് ഗൂഗിളിന് ആ ശേഷി അച്ചീവ് ചെയ്തു എന്നുള്ളതായിരുന്നു ഈ നരേഷൻ. പിന്നീട് കുറേ കാലം കാര്യമായ ഡെവലപ്മെൻറ്റുകളൊന്നും പുറത്തേക്ക് ഈ ഡീപ്പ് മൈൻഡിൻ്റെ ഭാഗത്തുനിന്നോ, ഡീപ്പ് മൈൻഡിന് ശരിക്കും അവരുടെ ആൽഫാഗോ എന്നൊക്കെ പറഞ്ഞ് ഗെയിമിലുള്ള അഡ്വാൻസ്മെൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു റിയൽ വേൾഡ് സിനാരിയോയിൽ ഇന്നിപ്പോൾ ChatGPT എന്ന് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരുന്നില്ല. ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കോഡ് റെഡ് ഇഷ്യൂ ചെയ്ത കാര്യം പറഞ്ഞില്ലേ. ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ കണ്ടുപിടുത്തമായിരുന്ന ട്രാൻസ്ഫോമേഴ്സ് മോഡലും മറ്റുമൊക്കെ ആ പേപ്പറുകൾ പഠിച്ച് അതിനെ ബേസ് ചെയ്ത് ടെക്നോളജി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവറും ഡാറ്റയും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടോക്കൺ പ്രൊഡിക്ഷൻ വഴി എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇല്യ സഡ്സ്കേവറും സാം ആൾട്ട്മാനും ഒക്കെ ഇന്നത്തെ ChatGPTയുമായിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ശരിക്കും ഗൂഗിൾ വലിയ പ്രതിരോധത്തിലായി. ആ ഗൂഗിളിനെ അന്ന് ശരിക്കും ഡീപ്പ് മൈൻഡിനെയൊക്കെ റീഓർഗനൈസ് ചെയ്തിട്ട് ഗൂഗിൾ ഡീപ്പ് മൈൻഡായി. അതുവരേക്ക് അത് സെപ്പറേറ്റ് കമ്പനി ആയിരുന്നു ഗൂഗിൾ ഓൺ ചെയ്യുന്നത്. ബട്ട് ദെൻ അത് ഗൂഗിൾ ഡീപ്പ് മൈൻഡായിട്ട് ഗൂഗിളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ സുന്ദർ പിച്ചൈ കുറച്ച് നടപടികളെടുത്തു. ആ റീഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഡെമിസ് ഹസാബിസിന് കൂടുതൽ റോൾ വരികയും ശരിക്കും അവിടെ നിന്ന് മുതൽക്ക് ഈ കഴിഞ്ഞ 3 വർഷത്തിനകത്ത് സംഭവിച്ചതെല്ലാം ഡെമിസ് ഹസാബിസ് ശരിക്കും ഒരു ലോങ് ടേം പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പലപ്പോഴും ഗെയിമുകളെല്ലാം ഇത് ഷോർട്ട് സ്പ്രിൻ്റ് ആണെന്നുള്ള രീതിയിലാണ് പലതിനെയും കാണുക, അല്ലെങ്കിൽ ഇപ്പാര് എന്നുള്ള നിലയ്ക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ബട്ട് ദെൻ ഒരു 10 കൊല്ലമായിട്ടൊക്കെ ഒരു പക്ഷേ ഡെമിസ് ഹസാബിസ് പ്ലാൻ ചെയ്തതിൻ്റെ എക്സിക്യൂഷൻ ആയിരിക്കാം മേ ബി ഇന്ന് ജെമിനൈ 3.0 ഈ റേസിൽ ഒന്നാമതെത്തിയത്. ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോഴും അവർ ഈ പൊസിഷൻ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഓപ്പൺ AIയുമായിട്ട് വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനോ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുക. ജെമിനൈ 3.0 എന്നുള്ളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് വന്നു എന്നുള്ളത് കൊണ്ട് ഗൂഗിൾ ഒരുപാട് സംഭവമായി എന്നുള്ളതല്ല ആക്ച്വലി ഞാൻ പറയാൻ വന്നത്. ആക്ച്വലി ഇതിനൊക്കെ പിറകിൽ ഇതിൻ്റെ ബിഹൈൻഡ് ഉണ്ടാവുമല്ലോ, പുറത്തേക്ക് കാണുന്ന ഇത്രയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള അവരുടെ മോട്ടാണ് ആക്ച്വലി നമ്മൾ ചർച്ച ആവേണ്ടത്. എന്താ വെച്ചാൽ ഗൂഗിളിൻ്റെ ഒരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനാണ്. നോർമലി എല്ലാവരും AI ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് NVIDIAയുടെ ചിപ്പുകളാണ് എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓപ്പൺ AI പോലത്തെ ഒരു കമ്പനിക്ക് അവർക്ക് ബെറ്റർ AIകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് NVIDIAയുടെ കയ്യിൽ നിന്ന് ചിപ്പിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം, കാരണം എല്ലാവരും ഇതേ റിസോഴ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മൈക്രോസോഫ്റ്റിൻ്റെ അസൂറിലാണ് അവർ ക്ലൗഡും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഡീലുകൾ വേണം. പിന്നെ ഒറാക്കിളുമായിട്ട് മറ്റൊക്കെ ഇപ്പോൾ അവർക്ക് നിലവിൽ ഈ മേഖലയിൽ ഡീലുകളുണ്ട്. ഇനി ഇതൊന്നുമല്ല, അവരിത് പുഷ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഓൾറെഡി ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ബ്രൗസറുകളാണെന്നുണ്ടെങ്കിലൊക്കെ ഇതിലൊക്കെ മറ്റ് പ്ലാറ്റ്ഫോമുകളെ ഒരുപാട് ഡിപ്പെൻഡൻസ് ഓപ്പൺ AIയുടെ കാര്യത്തിലൊക്കെ വരുന്നുണ്ട്. നിലവിലുള്ള മറ്റ് എല്ലാ AI കമ്പനികൾക്കും നിലവിൽ ഈ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം ഗൂഗിളിൻ്റെ കാര്യത്തിൽ ഗൂഗിളിന് കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനാണ്. ഗൂഗിളിൻ്റെ തന്നെ ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന അവരുടെ തന്നെ ചിപ്പുകളുണ്ട്. അതാണ് ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. NVIDIAയുടെ ചിപ്പുകളല്ല, നമ്പർ 1. 2, ഗൂഗിളിന് സ്വന്തം ക്ലൗഡ് ഉണ്ട്. ഗൂഗിളിന് ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് അതുപോലെ ആൻഡ്രോയിഡ് തുടങ്ങി ഗൂഗിളിൻ്റെ തന്നെ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇനി ഇത് വരുന്ന പോയിന്റിൽ തന്നെ ജെമിനൈ 3.0 കംപ്ലീറ്റ് ഇൻ്റഗ്രേഷനാണ്. അവർ ഗൂഗിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് റേഞ്ചുകളിലേക്കും ഇത് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ജെമിനൈ 3.0 വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ യൂസ് കേസ് പറയാം, ഒരു പക്ഷേ ഇച്ചിരി കൂടെ ബെറ്റർ AI മറ്റുള്ള മേഖലയിലൊക്കെ സ്റ്റാൻഡ് അലോൺ യൂസ് കേസുകൾക്ക് വേണ്ടി ഉണ്ടായേക്കാം. പക്ഷേ ഒരു കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു എക്കോസിസ്റ്റം പോലെ ഗൂഗിൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യാൻ ചാൻസ് കൂടുതൽ ശരിക്കും ഗൂഗിളിൻ്റേതായിരിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ ഗൂഗിളിൻ്റെ ഒരു യഥാർത്ഥ മോട്ട് കിടക്കുന്നത് ഈ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഗൂഗിളിൻ്റെ തന്നെ ഡാറ്റ ബാങ്കുകൾ ബേസിക്കലി AI ട്രെയിനിങ്ങിന് വേണ്ടുന്നത് ഒന്ന് ചിപ്പുകളാണെങ്കിൽ രണ്ടാമത്തേത് ഡാറ്റയാണല്ലോ. അപ്പോൾ ഗൂഗിളിൻ്റെ കയ്യിലുള്ള അത്രയും ഡാറ്റ ഇന്ന് ലോകത്ത് ഒരു പക്ഷേ മറ്റൊരാളുടെ കയ്യിലുണ്ടാവില്ല. ബാക്കിയുള്ള കമ്പനികളുടെയൊക്കെ ഡാറ്റ അടിച്ചു മാറ്റിയിട്ട് വേണ്ടി വരും പല AI കമ്പനികൾക്കും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ. ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഒരുപാട് സമ്മതവും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് ഗൂഗിളിന് കൊടുക്കുന്ന ഒരുപാട് ഡാറ്റയുണ്ട്. അത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഗൂഗിളിൻ്റെ തന്നെ മറ്റ് പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റയും ആക്ച്വലി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ചിപ്പുണ്ട്, ഡാറ്റയുണ്ട്, ക്ലൗഡ് ഉണ്ട്, ഇത് റിലീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത്രയധികം വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനുള്ള മറ്റൊരു കോമ്പറ്റീറ്ററും ഇന്ന് AI മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ AI ആക്ച്വലി ഭയങ്കര കോസ്റ്റ്ലിയാണ്, ലോസ് മേക്കിംഗ് ആണ്. ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിലയിട്ട് കൊടുത്താലേ പറ്റൂ, ഒരിക്കലും ഫ്രീ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ
ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഇക്കോ സിസ്റ്റം അവരുടെ കയ്യിലുള്ള കാരണം ഇൻ കേസ് ഇനി കോമ്പറ്റീഷൻ നന്നായിട്ട് കണക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം എന്താ, ചിപ്പിലോ മറ്റുള്ള മേഖലകളിലോ ഡാറ്റാ സെൻറ്റേഴ്സിലോ ഒക്കെ മറ്റുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഗൂഗിളിന് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിൻ്റെ അർത്ഥം ഗൂഗിളിൻ്റെ ഈ വെർട്ടിക്കൽ അപ്രോച്ച് കാരണം ഗൂഗിളിന് മറ്റുള്ളവരെക്കാൾ ഫ്രാക്ഷൻ ഓഫ് ദ കോസ്റ്റിന് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഗൂഗിളിൻ്റെ ആൻറ്റി ഗ്രാവിറ്റിയിലേക്ക് വരാം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് AI എന്ന് പറഞ്ഞാൽ ചാറ്റ് ബോട്ടുകളാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ നമുക്കിടയിലുണ്ടല്ലോ. ഇനി ഈ കാലത്ത് നിന്ന് മാറിയിട്ട് എജൻറ്റിക് AIയുടെ കാലം വരികയാണെന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ കാലത്തിലേക്ക് വേണ്ടി പെർപ്ലെക്സിറ്റി അവരുടെ കോമറ്റ് എന്ന് പറഞ്ഞൊരു ബ്രൗസർ ഇറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മാത്രമേ AIക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ആ ഒരു കൺട്രോൾസും മറ്റുള്ളതെല്ലാം കിടക്കുന്നത് ഒരു ബ്രൗസർ കൂടി വരുമ്പോഴാണല്ലോ. ChatGPT അറ്റ്ലസ് എന്ന് പറഞ്ഞ് അവരുടെ ബ്രൗസർ കൊണ്ടുവരുന്നതും ഇതേ ആവശ്യത്തിനാണ്. ബട്ട് ദെൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് എക്കോ സിസ്റ്റം അവരുടെ തന്നെ കയ്യിലുള്ള ഒരു കമ്പനിയുണ്ട്. അത് ആക്ച്വലി ഗൂഗിളാണ്. ഗൂഗിളിന് സ്വന്തം ബ്രൗസർ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഒരു പക്ഷേ ഗൂഗിളായിരിക്കും, ഗൂഗിളിൻ്റെ ക്രോം ആയിരിക്കും. അതുപോലെ ഗൂഗിൾ ഡോക്സ്, Gmail, അങ്ങനെ നമുക്ക് റിയൽ വേൾഡിൽ ഗൂഗിൾ കലണ്ടർ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഇക്കോ സിസ്റ്റത്തിലെല്ലാം പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ടാസ്കുകൾ ചെയ്തു തരാൻ ഒരു പക്ഷേ നിലവിലുള്ള ഒരു AI കമ്പനിക്കും സാധിക്കില്ല, ഗൂഗിളിനും സാധിക്കും. ഈ എറയിലേക്കാണ് ആക്ച്വലി ആൻറ്റി ഗ്രാവിറ്റി വരുന്നത്. ആൻറ്റി ഗ്രാവിറ്റി വെച്ചിട്ട് ഫിനോമിനലായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വെറും സിമ്പിൾ പ്രോംപ്റ്റിൽ, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സോഫ്റ്റ്വെയർ എഴുതുന്ന, സോഫ്റ്റ്വെയർ തന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അത് സെല്ല് ചെയ്യുന്ന ഒരു കാലം ഇനി അധികം വിദൂരമല്ല. അപ്പോൾ നമ്മൾ AI എംപ്ലോയികളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക, മനുഷ്യന്മാർ മാത്രമല്ല എന്ന് പറയുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പോൾ AI എംപ്ലോയികളൊക്കെ വരുന്നതിന് വേണ്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇനി ഇതൊന്നും കൂടാതെ ജെമിനൈ നിലവിൽ നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ AI ഉപയോഗിക്കുന്നത് അതിലെല്ലാം ബെറ്റർ പെർഫോമൻസ് നൽകുന്നുണ്ട്. നമുക്ക് നൽകുന്ന മലയാളത്തിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും അതല്ല മറ്റെന്തെങ്കിലും ടാസ്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ഫീച്ചർ ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലൊക്കെ ബെറ്റർ പെർഫോമൻസ് ഗൂഗിൾ കാണിക്കാൻ തുടങ്ങി. ഇതൊന്നും കൂടാണ്ട് 1 മില്യൺ ടോക്കൺസ് എന്നുള്ള ഒരു വലിയ കോണ്ടെക്സ്റ്റ് വിൻഡോ നിലവിൽ അവൈലബിൾ ആണ്. അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതിന് ഓർത്ത് വെക്കാനുള്ള ശേഷിയാണെന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരുപാട് പുസ്തകങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടോ മണിക്കൂറുകൾ നീണ്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിലും ഗൂഗിളിന് ബേസിക്കലി കോണ്ടെക്സ്റ്റ് വിൻഡോ കൂടുതലാണെന്നുള്ളതും അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ജെമിനൈക്ക് നിലവിലുണ്ട്. അപ്പോൾ ജെമിനൈ ആയിരിക്കും ഇനി 2026 പ്രവേശിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും ChatGPTയുടെ 5.5 എന്നുള്ള വെർഷനൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. ഗ്രോക്കിൻ്റെ പുതിയ അപ്ഡേറ്റ് എക്സ്പെക്റ്റഡ് ആണ്. ക്ലോഡിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു 3 to 4 മന്ത് സൈക്കിളിലാണ് നിലവിൽ പുതിയ AI പ്രൊഡക്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയും കോമ്പീറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ വരും. ബട്ട് ദെൻ ഒരു പുതിയ വർഷത്തിലേക്ക് ഗൂഗിൾ 1ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് പോകുന്ന ഒരു പുതുമ കൂടി 2026 കാര്യത്തിലൊക്കെ ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു പുതിയ റിലീസുകൾ ഇനി എക്സ്പെക്റ്റഡ് അല്ല എന്നാണ് ഇൻഡസ്ട്രിയിലുള്ളവരെല്ലാം പറയുന്നത്. ജസ്റ്റ് ലൈക്ക് 1 month ഒക്കെ അല്ലേ ഉള്ളൂ, വെക്കേഷനിലേക്കൊക്കെ കടക്കുന്ന ടൈമായി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ഈ റേസിൽ 1ാമതെത്തിയിരിക്കുന്നു. നമ്മൾ പലരും ഇപ്പോഴും ഇത് AI ബബിളാണോ എന്ന് അന്വേഷിച്ച് AI ഹൈപ്പ് ഒക്കെ കള്ളത്തരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിറകിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇൻ റിയാലിറ്റി ഓക്കെ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഡിസ്കഷൻ ഉണ്ട്. ഇനി AI കമ്പനികളൊക്കെ പൊട്ടിയെന്ന് തന്നെ വിചാരിച്ചോളി. 2000-ലുള്ള .com ബബിളുമായിട്ടാണല്ലോ എല്ലാവരും ഇതിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നെല്ലാത്തിലും .com അല്ലേ, ഇന്നെല്ലാം ഇൻ്റർനെറ്റാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ റെവല്യൂഷനാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരെയും കൈപ്പിടിച്ച് ഉയർത്തിയത്. നമ്മൾ ഇന്ന് ഈ കാണുന്ന വീഡിയോ പോലും നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ നാട്ടിലിരുന്ന് കാണാൻ പറ്റുന്നതിനുള്ള ഒരു റീസൺ ഒരുക്കിയത് ഇതേ .com അല്ലെങ്കിൽ ആ റഷ്യ തന്നെയാണ്. അപ്പോൾ അതുപോലെ AI എങ്ങോട്ടും പോവില്ല, AI ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. AI പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മാറുന്നില്ല, AI ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത മാറുന്നില്ല. ഒരു പക്ഷേ ഇവരെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഫണ്ട് ഡിപ്ലോയ് ചെയ്യുന്നുണ്ടല്ലോ. അതൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ കംപ്ലീറ്റ് എഫിഷ്യൻസിയിലൊന്നും നടക്കില്ല. പകരം എന്താ വെച്ചാൽ കുറേയൊക്കെ ഹൈപ്പ് വിചാരിച്ചിട്ട് കൂടുതൽ ഓവർ ഇൻവെസ്റ്റഡ് ആവുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. ഈ 2032 ആകുമ്പോഴേക്കും ഈ ഇൻഡസ്ട്രിയിൽ $2 trillion റവന്യൂ വന്നാൽ മാത്രമേ, പ്രോഫിറ്റ് അല്ല റവന്യൂ വന്നാൽ മാത്രമേ ആസ് എ ഇൻഡസ്ട്രി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അനലിസ്റ്റുകളൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ആ റവന്യൂ ഹിറ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ആരായിരിക്കും ഇതിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കാമെന്നോ അതൊന്നും നമുക്ക് നിലവിൽ പറയേണ്ട ആവശ്യം ആക്ച്വലി നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AIയുടെ നീഡ് എങ്ങോട്ടും പോയിട്ടില്ല. മിസ്ഗൈഡഡ് ആവരുത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് AIനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ മേഖലയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റുകളെ കുറിച്ചൊന്നും കാര്യമായി ചർച്ച ചെയ്യാത്ത പല ആളുകളും പിന്നീട് AI ബബിളാണേ എന്ന് പറഞ്ഞിട്ട് വീഡിയോസും മറ്റുമൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ട്. ബട്ട് ദെൻ AI എന്നുള്ള സംഭവം ഒരിക്കലും ബബിളല്ല. നിങ്ങളൊക്കെ ഡെയിലി നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റുകൾ അറിയുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് AIൻ്റെ അടുത്തൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മിക്കപ്പോഴും അതിൻ്റെ പ്രശ്നം നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ
പ്രോംപ്റ്റിങ്ങിലും മറ്റുമൊക്കെയുള്ള ഇന്നെബിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ തന്നെ കുറവുകളാണോ ഇതിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഈ ഹൈപ്പ് റിയലാണ്. ആക്ച്വലി AI-യുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ആക്ച്വലി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനിയും അതിൻ്റെ ശേഷി കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ജെമിനി 3.0. ഡെമിസ് ഹസാബിസിനെ പോലെ, പുള്ളിക്കാരനെ പറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് വായിച്ച് നോക്കൂ, പോലെയുള്ള വ്യക്തികൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിനെ പോലെയുള്ള ജൈജാൻറ്റിക് ആയിട്ടുള്ള കമ്പനികൾ, $1 ട്രില്യൺ വാല്യുവേഷനും നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബബിളാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ തരത്തിലായിരിക്കും AI മാറ്റിമറിക്കുക, AI-യുടെ പുതിയ പുതിയ രൂപങ്ങൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലികളെ പുതിയ വിധത്തിലേക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യം AI ഒരുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് എത്രമാത്രം തയ്യാറാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനും നിങ്ങളൊക്കെ കൂടുതൽ കൺസേൺഡ് ആവേണ്ടത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.